ഇന്ന് തമിഴ്നാടിന്റെ സംസ്ഥാന ബജറ്റ് ആയിരുന്നു. ഭാഷാ സ്വാഭിമാന സമരത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം RDX പറഞ്ഞവസാനിപ്പിച്ചത് വെച്ച് തന്നെ ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാന ബജറ്റിനെ പറ്റിയുള്ള സംസാരം തുടങ്ങാം. തമിഴ് അഴിയാതെ, തമിഴൻ അടങ്ങാതെ, ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയും തടഞ്ഞുവെച്ചും സാമ്പത്തിക ഉപരോധവും ഗവർണറെ അടക്കം ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ ഭരണ സമ്മർദ്ദവും ഇനിയും എത്ര തുടർന്നാലും കീഴടങ്ങില്ല എന്നുറച്ചാണ് തമിഴ്നാട്. ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തിനെതിരെ പുതിയ പോർമുഖം തുറന്ന തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട് ബജറ്റിലും പ്രതിഫലിച്ചു. എന്തു വന്നാലും തമിഴകത്തെ പള്ളിക്കൂടങ്ങളിൽ ഹിന്ദി പഠിപ്പിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചത് തമിഴ്നാടിന് അവകാശപ്പെട്ട 2000 കോടിയിലേറെ രൂപയാണ്. കൊടും ചതി എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ഈ നടപടിയെ ധനമന്ത്രി തങ്കം തേനരസ് വിശേഷിപ്പിച്ചത്. പക്ഷേ അടങ്ങില്ല, അഴിയില്ല. കേന്ദ്ര ഫണ്ടിലെങ്കിലും തമിഴ്നാട്ടിലെ സ്കൂളുകൾ ദ്വിഭാഷാ നയത്തിൽ ഊന്നി തന്നെ നന്നായി പ്രവർത്തിക്കും. അധ്യാപകരുടെ ശമ്പളം കൂട്ടും. വ്യാവസായിക പാർക്കുകൾ സ്ഥാപിച്ചും നൈപുണ്യ വികസനം നടത്തിയും തനത് ഫണ്ടുണ്ടാക്കും. കേന്ദ്ര ധനമന്ത്രി ഫെഡറലിസത്തിനെതിരായ നീക്കമെന്നും വിഘടനവാദ സമീപനം എന്നും വരെ വിശേഷിപ്പിച്ച് വിമർശിച്ചിട്ടും ബജറ്റ് ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴക്ഷരമായ രൂ ചേർത്ത് തന്നെയാണ് തങ്കം തേനരസ് ബജറ്റ് അവതരണത്തിലെത്തിയത്. തമിഴ്നാടിൻ്റെ ബദൽ ബജറ്റ് കാണാം 59 സെക്കൻഡിൽ ഒരു റിപ്പോർട്ട്. കേന്ദ്ര സമീപനത്തിനെതിരായ പ്രതിരോധവും മറുപടിയുമായിരുന്നു ബജറ്റിൽ അച്ചടിച്ച രൂ എന്ന തമിഴക്ഷരം. തമിഴ്നാടുകാരിയായ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഇത് വിഘടനവാദ നയമെന്ന് കുറ്റപ്പെടുത്തി. സ്റ്റാലിൻ പിന്നോട്ടു പോയില്ല. തമിഴിന് സാംസ്കാരികമായി യാതൊരു ബന്ധവുമില്ലാത്ത ദേവനാഗരി ലിപിയുടെ സ്വാധീനമുള്ളൊരു ചിഹ്നം പോലും തമിഴ്നാടിന് വേണ്ട എന്ന രാഷ്ട്രീയ സന്ദേശമായിരുന്നു ബജറ്റിലെ രൂ. ബജറ്റിന്റെ ഉള്ളടക്കത്തിലും തമിഴ് വികാരം തുളുമ്പി നിന്നു. ദ്വിഭാഷാ നയം തുടരാൻ എന്ത് ചെലവ് വന്നാലും അത് തമിഴ്നാട് തന്നെ കണ്ടെത്തും. രാജ്യമെങ്ങും തമിഴ് പുസ്തകമേളകൾ, മധുരയിൽ അകാരം എന്ന പേരിൽ ഭാഷാ മ്യൂസിയം, തമിഴ് സാഹിത്യത്തിനായി ആഗോള പദ്ധതികൾ, തിരുക്കുറൽ 45 ഭാഷകളിലേക്ക് മൊഴിമാറ്റും. എല്ലാ വർഷവും തമിഴ് ഒളിമ്പ്യാഡ്. ഇഷ്ടപ്പെടാത്ത ചരിത്രം പുറത്തു വരുമെന്ന് കരുതി കേന്ദ്ര സർക്കാർ ഇട്ടിട്ട് പോയ കീഴാടിയിലടക്കം 8 പ്രദേശങ്ങളിൽ ഉദ്ഖനനം. ഹിന്ദുത്വയുടെ പ്രത്യയശാസ്ത്ര അടിവേര് കുലുക്കുന്ന ദ്രാവിഡ സംസ്കാര ശേഷിപ്പുകൾ കണ്ടെടുക്കാൻ തുക വകയിരുത്തിയതും രാഷ്ട്രീയ തീരുമാനം. വ്യവസായ പാർക്കുകൾ, നൈപുണ്യ വികസനം, ക്ഷേമ പദ്ധതികൾ. സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാനുമുണ്ട് ഒരു പിടി നിർദ്ദേശങ്ങൾ. തമിഴിന് ബജറ്റും ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ആയുധമാണ്. നമുക്കതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പരിശോധിച്ചു വരാം. ബജറ്റ് തമിഴകത്തിൻ്റെ രാഷ്ട്രീയ ബദലോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ബജറ്റ് തമിഴകത്തിൻ്റെ രാഷ്ട്രീയ ബദലോ? നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ ചതി എന്താണ് എന്നവർ വിചാരിക്കുന്നത്. 2152 കോടി രൂപ തടഞ്ഞുവെച്ച് കേന്ദ്രം തമിഴ്നാടിനെ ചതിച്ചെന്ന് ധനമന്ത്രി പറഞ്ഞു. അവിടെ തുക തടഞ്ഞുവെച്ചത് ത്രിഭാഷാ നയം നടപ്പാക്കാത്തത് കൊണ്ടാണ് എന്ന് അവർ പറഞ്ഞു. അത് നമുക്കെല്ലാവർക്കും അറിയാം. സമഗ്ര ശിക്ഷാ അഭിയാനിൽ നിന്ന് കിട്ടേണ്ട തുകയാണ് ഇത്. അത് ലഭിച്ചിട്ടില്ല. 10,000 കോടി തന്നാലും ഹിന്ദി നിർബന്ധമാക്കില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് ആ നിലപാടിലാണ്. ദ്വിഭാഷാ നയത്തിൽ വിട്ടുവീഴ്ചയേ ഇല്ല എന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തു വന്നാലും ഹിന്ദി പഠിപ്പിക്കില്ല എന്ന് ഇന്നൊന്നുകൂടി അവർ ആവർത്തിച്ചു. വിദ്യാർത്ഥി ക്ഷേമവും അധ്യാപകരുടെ ശമ്പളവും ഉറപ്പാക്കും എന്നാണ് ഇന്നിപ്പോൾ ബജറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത്. അതിനെന്ത് ചെലവ് വന്നാലും തമിഴ്നാട് വഹിക്കും എന്ന് വളരെ തമിഴ് പ്രൈഡ് ഉയർത്തിക്കൊണ്ട് അവരവിടെ പ്രഖ്യാപിച്ചു. നികുതി വിഹിതത്തിൽ വൻ അനീതിയാണെന്ന് ബജറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ബജറ്റ് രേഖയിൽ തന്നെ കേന്ദ്രം നടത്തിയ തമിഴ്നാട് കേന്ദ്രത്തിന് നൽകുന്ന ദേശീയ വരുമാനത്തിൻ്റെ 9.21%. 10% അങ്ങോട്ട് കൊടുത്തിട്ടും കേന്ദ്രം തിരികെ നൽകുന്ന ഫണ്ട് 4% മാത്രമാണ് എന്ന് തമിഴ്നാട് ബജറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വെല്ലുവിളിക്കിടയിലും 8% വളർച്ച സംസ്ഥാനം നേടുമെന്ന പ്രത്യാശയാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാടിൻ്റെ പ്രതിശീർഷ വരുമാനം ഉയർന്നു എന്ന ശുഭകരമായിട്ടുള്ള സാമ്പത്തികാവസ്ഥ അവർ ചൂണ്ടിക്കാണിക്കുന്നു. 2022-23 തമിഴ്നാടിൻ്റെ പ്രതിശീർഷ വരുമാനം 2.78 ലക്ഷം ആണ് എന്ന് ബജറ്റ് പറയുന്നു. ഈ കാലയളവിൽ ദേശീയ ശരാശരി 1.69 ലക്ഷം മാത്രമാണ് എന്ന് അവർ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പണപ്പെരുപ്പം 6% നിന്ന് 4.8% കുറഞ്ഞു എന്ന് ബജറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പണപ്പെരുപ്പം അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. വ്യവസായവൽക്കരണം തമിഴ്നാടിൻ്റെ തെക്കൻ മേഖലകളിലേക്കും നേരത്തെ ഇല്ലാതിരുന്ന മേഖലകളിലേക്കും കൂടെ ഇത് വ്യാപിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. നിക്ഷേപകരെ ആകർഷിക്കാൻ വ്യാവസായിക ടൗൺഷിപ്പുകൾ ഉണ്ടാക്കും എന്ന് പറയുന്നു ബജറ്റിൽ. ചെന്നൈക്ക് സമാനമായ പുതിയ നഗരം വികസിപ്പിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. 2000 ഏക്കറിൽ ചെന്നൈക്ക് സമീപം ഗ്ലോബൽ സിറ്റി, ചെന്നൈക്ക് സമാനമായ മറ്റൊരു സിറ്റി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. IT പാർക്കുകൾ, ഫിൻടെക് വ്യാപാര മേഖലകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരങ്ങൾ അതുവഴി സൃഷ്ടിക്കും എന്ന് ബജറ്റിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. മുന്നേറാൻ വമ്പൻ പദ്ധതികളാണ്. പാർശ്വവൽക്കൃതരുടെ ഉന്നമനത്തിന് നിരവധി പദ്ധതികൾ ബജറ്റിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന മേഖലയ്ക്കും പ്രത്യേക ഊന്നൽ കൊടുത്ത ബജറ്റാണ് ഇന്നിപ്പോൾ അവിടെ തമിഴ്നാട് ധനമന്ത്രി വെച്ചത്. മധുരയിൽ അകാരം എന്ന പേരിൽ തമിഴ് ഭാഷാ മ്യൂസിയം, അതായത് ഭാഷ ഒരു രാഷ്ട്രീയ ആയുധം കൂടിയായിരിക്കെ ഭാഷാ മ്യൂസിയം
തമിഴ് സാഹിത്യത്തിന് ആഗോള ശ്രദ്ധ ഉറപ്പാക്കാൻ 10 കോടി രൂപ വകയിരുത്തി ബജറ്റിൽ. 500 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തമിഴിലേക്ക് പരിഭാഷ ചെയ്യാൻ 2 കോടി എന്ന പ്രഖ്യാപനം അതിനകത്തുണ്ട്. ഭാഷയ്ക്കും സംസ്കാരത്തിനും പ്രത്യേക ഊന്നലാണ്. തിരുക്കുറൾ 45 ഭാഷകളിലേക്ക് കൂടെ വിവർത്തനം ചെയ്യും. തമിഴിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക ശേഷിപ്പ്. ഇന്ത്യൻ നഗരങ്ങളിലും വിദേശത്തും തമിഴ് പുസ്തകമേളകൾ നടത്തും. അതിനായിട്ട് പ്രത്യേക ഫണ്ട് മാറ്റിവെച്ചു. എല്ലാ വർഷവും ലോക തമിഴ് ഒളിമ്പ്യാഡ് നടത്തുമെന്ന് കൂടെ പ്രഖ്യാപിച്ച് തമിഴ് ഭാഷാഭിമാനം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രഖ്യാപനമാണ് കീഴാടിയിലെ ഉദ്ഘാടന പ്രഖ്യാപനം. കീഴാടി അടക്കം 8 ഇടങ്ങളിൽ പുരാവസ്തു ഉദ്ഘാടനം തുടരും. ഇപ്പോൾ തന്നെ അത് വലിയ വാർത്തയായിട്ട് മുന്നിലുണ്ട്. വീണ്ടെടുപ്പിന് തമിഴ് വ്യാപാര ചരിത്ര വീണ്ടെടുപ്പിന് ആഴക്കടൽ പര്യവേഷണം നടത്തും എന്ന് പ്രഖ്യാപനമുണ്ട്. ആദ്യഘട്ടം കാവേരി പൂമ്പട്ടണം മുതൽ നാഗപട്ടണം വരെ നടത്തുമെന്ന് ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നു. കീഴാടി ഉദ്ഘാടനം എന്താണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാം. മധുര, ശിവഗംഗ ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കീഴാടിയിൽ നടക്കുന്ന എക്സ്കവേഷൻ സംഘകാലത്ത് ദക്ഷിണേന്ത്യയിൽ വികസിച്ച നാഗരികതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് നൽകുകയാണ്. വൈഗ നദിയുടെ തീരത്താണ് കീഴടി സ്ഥിതി ചെയ്യുന്നത്. ഇതിനകം തന്നെ അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മുന്നിലുണ്ട്. 2600 വർഷങ്ങൾക്ക് മുമ്പുള്ള നാഗരികതയുടെ തെളിവ് എന്ന് വെച്ചാൽ ഇന്ത്യൻ സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത് തമിഴ്നാട്ടിലാണ് തുടങ്ങിയത് എന്ന് പ്രഖ്യാപിക്കാവുന്ന നിലയാണ്. സിന്ധു നദിയുടെ സംസ്കാരത്തെ മറികടക്കുന്ന ചരിത്ര വീണ്ടെടുപ്പിന് സാധ്യതയായിട്ടാണ് തമിഴ്നാട് അതിനെ കാണുന്നത്. ഇത് രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ചരിത്രബലം ദുർബലമാക്കും എന്ന് സ്റ്റാലിനും തമിഴ് രാഷ്ട്രീയ പക്ഷവും തമിഴ്നാടും വിചാരിക്കുന്നു. 2ാം ഘട്ട ഉദ്ഘാടനത്തിന് ശേഷം മുഴുവൻ ഉദ്യോഗസ്ഥരെയും കേന്ദ്രം നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. ഫണ്ട് തടഞ്ഞു, തൊഴിലാളികളെ കുറച്ചു, വിവരങ്ങൾ പുറത്തുവിട്ടില്ല. പക്ഷേ തമിഴ്നാട് തിരിച്ചു പിടിച്ചു. ഖനനം തുടരാൻ നിരവധി തവണ ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് സമീപിച്ചെങ്കിലും കേന്ദ്രം അത് അനുവദിച്ചില്ല. BJPയുടെ ഗൂഢാലോചനയാണെന്ന് DMKയും CPIM നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ കീഴടി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വലിയ തുക കൂടെ വെച്ചുകൊണ്ടാണ് ബജറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബജറ്റ് ഒരു സാമ്പത്തിക രേഖയാണ് ഹർഷൻ. കേരളത്തിൻ്റെ ബജറ്റ് ചർച്ച ചെയ്യുന്നത് പോലെ, കേന്ദ്ര ബജറ്റ് ചർച്ച ചെയ്യുന്നത് പോലെ നമ്മൾ തമിഴ്നാടിൻ്റെ ബജറ്റ് ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ വലിയ ഒരു കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഹർഷൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായും നേരിട്ട് പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റു പല കാര്യത്തിലും ഇപ്പം സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയുള്ള ആലോചനകളും നിർദ്ദേശങ്ങളും ഉണ്ടാവുന്നു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു ബജറ്റ് തമിഴ്നാട് അവതരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം നേരിട്ടുള്ള ഏറ്റുമുട്ടൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും നടക്കുന്നത് ഭാഷാ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ദ്വിഭാഷാ പഠനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. ആ ദ്വിഭാഷാ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വന്തമായി പണം കണ്ടെത്തും എന്നുള്ള നിലപാടാണ് തമിഴ്നാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ 2500 കോടി തന്നില്ലെങ്കിൽ വേണ്ട 10,000 കോടി ഞങ്ങൾ കണ്ടെത്തും. ഈ 10,000 കോടി തരില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല വരുന്ന വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ തമിഴ് മണ്ണിൽ ഏറ്റവും തീപിടിക്കുന്ന രാഷ്ട്രീയം ഈ ഭാഷ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഇപ്പോൾ കാണുന്ന മുഴുവൻ പോസ്റ്ററുകളും മുഴുവൻ ഫ്ലക്സുകളും എല്ലാം ഈ ഒരു ഒറ്റ വിഷയത്തിൽ ഊന്നിയുള്ളതാണ്. ഇപ്പോൾ വിജയുടെ പുതിയ പാർട്ടി അവരുടെ മുഴുവൻ പ്രചാരണവും ഏതാണ്ട് ഇതിലേക്ക് തന്നെ വരേണ്ടി വന്നിരിക്കുന്നു. കാരണം വിജയ് ഒരേ സമയം സ്റ്റാലിനെ എതിർക്കുന്നു, കേന്ദ്രത്തെയും എതിർക്കുന്നു എന്നൊക്കെ നിലപാട് പറയുമ്പോഴും ഭാഷയുടെ കാര്യം വരുമ്പോൾ വിജയ്ക്കും മറ്റൊന്ന് പറയാനില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. അവിടെയാണ് ഈ ബജറ്റ് അവതരണത്തിൽ വളരെ സൂക്ഷ്മമായി, അതായത് ഇത്രയും ചർച്ച ചെയ്യുന്ന ഒരു ബജറ്റ് തമിഴ്നാട് അടുത്ത കാലത്ത് എങ്ങും അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അതിൽ കേരളവും കൂടി ഇതിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പങ്കാളിയായേക്കാവുന്ന ഒരു സംഗതി ഈ കീഴടിയിലെ ഖനനമാണ് സരീഷ്. കാരണം ഇപ്പോൾ കേരളത്തിലെ പട്ടണത്തിൽ നടക്കുന്ന ഖനനം, അതായത് ഉത്ഖനനം, അത് ഏതാണ്ട് പൂർണ്ണമായി അതും നിന്നിരിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. 2-2.5 ലക്ഷത്തിലധികം സംഗതികൾ, ശേഷിപ്പുകൾ ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തതാണ് ഇവിടെ ഈ കേരളത്തിൽ തന്നെ പട്ടണത്തിൽ. അതിൻ്റെ തുടർച്ച ഏതാണ്ട് അതേ കാലത്ത് ഉള്ള സംഘകാലത്തുള്ള സംഗതികളൊക്കെ തന്നെ ഈ കീഴടി മേഖലയിൽ നിന്നും കണ്ടെടുക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഈ പട്ടണത്തിലും കീഴടിയിലും കണ്ടെത്തുന്നത് ഏതാണ്ട് സമാനമായ സംഗതികളാണ് എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട്. കേരളം ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് നേരത്തെ തന്നെ തമിഴ്നാട് സർക്കാർ, അതായത് സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവുമുണ്ട്. ഇതെല്ലാം എന്തിനാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദക്ഷിണേന്ത്യയുടെ ചരിത്രം മറ്റൊന്നാണ് എന്ന് സ്ഥാപിക്കേണ്ടത് ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ, ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഒരു പ്രധാനപ്പെട്ട സംഗതിയായി കൊണ്ടുവരും. അതുകൊണ്ടാണ് സ്വതന്ത്രമായി, ഇത് കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള സംഗതിയാണ്, ഈ എക്സ്കവേഷനും ഇത്തരം ഈ പുരാവസ്തു സംഗതികളുമൊക്കെ. പക്ഷേ അത് നേരിട്ട് സംസ്ഥാനം തന്നെ നടപ്പാക്കുന്നതിന് വേണ്ട തീരുമാനത്തിലേക്ക് എത്തുന്നു. അതായത് നിങ്ങൾ
നിങ്ങൾ പറയുന്നതല്ല ഞങ്ങളുടെ ചരിത്രം അതെ. എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടുത്തെ തന്നെ ഇപ്പം പട്ടണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പം മതത്തിൻ്റെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അവിടെ അഗസ്റ്റസ് സീസറിൻ്റെ മുദ്രമോതിരം ഈ പട്ടണത്തിൽ നിന്ന്, ഈ കൊടുങ്ങല്ലൂരിനടുത്തുള്ള പട്ടണം എന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അവിടെ ഒരു മതത്തിൻ്റെ അടയാളം ഇല്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ ദക്ഷിണേന്ത്യയും പഴയ റോമാ സാമ്രാജ്യവും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാരം എങ്ങനെയായിരുന്നു, അത് ഉത്തരേന്ത്യയുമായി ബന്ധിക്കുന്ന ഒന്നല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി. പക്ഷേ ഗുജറാത്തിലും ഇത് വേറെ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാസ്തവമൊക്കെ വേറെ നിലനിൽക്കുന്നു, വേറെ ചർച്ച നടക്കേണ്ട ഒരു വിഷയവുമാണിത്. പക്ഷേ തമിഴ്നാട് ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ ആ എക്സ്കവേഷനുമായി മുന്നോട്ട് വന്ന് 10-11 കേന്ദ്രങ്ങളിലാണ് അവരത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയമായ നീക്കമാണ്. അതാണ് ബജറ്റിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളായിട്ടാണ് കൾച്ചറും സംസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കീഴടിയുടെ കാര്യമൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ദക്ഷിണേന്ത്യയുടെ ചരിത്രം നിങ്ങൾ പറയുന്നതല്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രം തന്നെ ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് യഥാർത്ഥ ഇന്ത്യൻ ചരിത്രം, ഞങ്ങളുടേതാണ് എന്നാണ് പറയുന്നത്. അത് ഇതിന് ബജറ്റിന് മുമ്പ് സ്റ്റാലിൻ നേരത്തെ ഈ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് വായിച്ച് അത് വലിയൊരു പ്രോസസ്സ് നടക്കുകയാണ്. അങ്ങനെ വായിക്കാനാകുന്ന ആൾക്ക് $1 കോടി, $10 ലക്ഷം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ സിന്ധു നദിയുടെ അടക്കം ദ്രാവിഡമായിട്ടുള്ള ഭാഷയുടെ അംശങ്ങളുണ്ടോ എന്നുകൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ചില പ്രോസസ്സ് കൂടെ അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുക. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനൊക്കെ വളരെ അരഗൻ്റായിട്ടാണ് ഈ സ്റ്റാലിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ നിലപാടിനെ വിമർശിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ സത്യത്തിൽ സംഗതി മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഭാഷയും വെച്ചുള്ള കളിയിൽ ഹർഷൻ നമുക്കറിയാം തമിഴ്നാട് മാത്രമേ ജയിക്കൂ. അതിനവർക്ക് ചരിത്രമുണ്ട്, എത്രയോ കാലം മുമ്പുള്ള ചരിത്രം. 1947 ഓഗസ്റ്റ് 15 മുമ്പുള്ള ചരിത്രമുണ്ട്. തമിഴെന്ന ഭാഷയെ വേദനിപ്പിച്ചാൽ, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന തോന്നലുണ്ടാക്കിയാൽ ആത്യന്തികമായിട്ടുള്ള വിജയം ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾക്കായിരിക്കും, അല്ലേ? അങ്ങനെയല്ല നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. അപ്പോൾ അത് ഹിന്ദുത്വ ബെൽറ്റിൽ അല്ലെ ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്ന ആളുകളുടെ ഹിന്ദിയോടുള്ള സ്നേഹം പോലെയല്ല. ഇപ്പോൾ ഹിന്ദിയോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള സ്നേഹമാണ്. തമിഴ്നാട്ടിനും തമിഴർക്കുമുള്ള വളരെ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയാവുന്ന അല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അതിന് കാരണങ്ങളൊന്ന് ഞാനിപ്പോൾ വായിച്ചത്, ഗീതാഞ്ജലി ശ്രീക്ക് ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം കിട്ടി 2022. ഈ ഹിന്ദി ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 4-ാമത്തെയോ 5-ാമത്തെയോ ഭാഷയാണ്. അത് സൗത്ത് ഏഷ്യൻ ഭാഷകളിലേക്ക് ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് വരുന്നത്. ഹിന്ദിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്ന സംശയമില്ല. ഹിന്ദി അടക്കമുള്ള സൗത്ത് ഏഷ്യൻ ലാംഗ്വേജിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ പുരസ്കാരം വരുന്നത്. അങ്ങനെ അന്താരാഷ്ട്രമായിട്ടുള്ള സ്പോർട്സിലോ സാംസ്കാരിക രംഗത്തോ എന്തെങ്കിലും അന്താരാഷ്ട്ര സമ്മാനങ്ങൾ കിട്ടുന്ന മുഴുവൻ ആളുകളെ അഭിനന്ദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റോ ട്വിറ്റർ പോസ്റ്റോ ഇട്ടില്ല. അത് വലിയ ചർച്ചയായി ആ ഘട്ടത്തിൽ. ഈ അവാർഡ് കിട്ടിയ ഗീതാഞ്ജലി ശ്രീ എന്ന് പറയുന്ന വളരെ മുതിർന്ന നോവലിസ്റ്റിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ജയ്പൂരിലോ മറ്റോ അവർക്കെതിരെ ഹിന്ദുത്വ ശക്തികളുടെ ആക്രമണം ഉണ്ടായി. ആ വേദി ബുദ്ധിമുട്ടിലാക്കി. അവർ ഹിന്ദിയിലാണ് എഴുതിയത്. ഹിന്ദിയെ അവർ ലോക സ്റ്റേജിലേക്ക് 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചു. ഹിന്ദി ഭാഷയിൽ അവർ മനോഹരമായിട്ടുള്ള നോവലുകൾ എഴുതി. സൗത്ത് ഏഷ്യൻ ലാംഗ്വേജിൽ തന്നെ ഫസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു വലിയ ഇൻ്റർനാഷണൽ പുരസ്കാരം കൊണ്ടുവന്നു. പക്ഷേ ഈ പറയുന്ന നമ്മുടെ സർക്കാരോ കേന്ദ്ര സർക്കാരോ അതിൻ്റെ ഭാഗമായിട്ടുള്ള തലപ്പത്തുള്ള ആളുകളോ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളോ ആരും ഒന്നും എഴുതിയില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയ നിലപാട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ രേത് സമാധി, ടൂം ഓഫ് സാൻഡ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഈ രേത് സമാധി എന്ന് പറയുന്ന, ഇപ്പോൾ മലയാളത്തിലൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടുള്ള വലിയ നോവലിൽ 80 വയസ്സുള്ളൊരു അമ്മൂമ്മ, അവർ വിഭജനത്തിന് മുമ്പ് താമസിച്ചിരുന്ന പാകിസ്ഥാനിലായിരുന്നു. അവിടേക്ക് യാത്ര പോകാൻ വേണ്ടി കൊതിക്കുകയും അവിടെ അവർക്ക് ചെറുപ്പത്തിൽ ഒരു മുസ്ലിം ആളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നടക്കമുള്ള, ഞാനത് വായിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ക്രിക്സ് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിനകത്ത് ഈ മതത്തിനും മറ്റും ദേശീയതയ്ക്കും അതീതമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള നോവലാണ് ഈ രേത് സമാധി. അതുകൊണ്ട് അതിന് അഭിനന്ദനം കൊടുത്താൽ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഹിന്ദിയിലായിട്ട് പോലും, ആ ഭാഷയിലായിരുന്നിട്ട് പോലും അഭിനന്ദിക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുകയില്ല. അത് ഹിന്ദിയോടുള്ള ബന്ധം അപ്പോൾ ഈ ഹിന്ദി എന്ന ഭാഷയോടുള്ള പൊക്കിൾക്കൊടി ബന്ധമല്ല, മറിച്ച് രാഷ്ട്രീയമായുള്ളൊരു ബന്ധമാണ് എന്ന് സ്ഥാപിക്കുന്നതാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. തമിഴിന് പക്ഷേ അതല്ല. തമിഴിന് അവൻ്റെ അമ്മയാണ് ഭാഷ. അതുകൊണ്ട് സ്റ്റാലിൻ അറിയാം, അല്ലെങ്കിൽ തമിഴ് ഇപ്പോൾ TVK വിജയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ഭാഷ ഒരു വിഷയമായാൽ അണ്ണാമലയ്ക്കും അവിടെ നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെയല്ലേ? അതെ. അതിനകത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ തവണയും പറഞ്ഞല്ലോ, ഇവിടെ കേരളം എന്ന് പരിഹസിക്കുമ്പോൾ ഒരു അബദ്ധം കാണിക്കുന്നുണ്ട് കേരളത്തിൽ ഈ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ. അതേ അബദ്ധമാണ് അവർ രാഷ്ട്രീയമായി തമിഴ്നാട്ടിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ. കാരണം ഇതിലൊരു പ്രശ്നം, ഇതിലിവർ മുഴുവൻ വിശ്വാസത്തിലെടുക്കുന്നത്, അതായത് സംഘപരിവാർ സംഘടനകൾ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് മുന്നിൽ നിർത്തുന്നതും നിർമ്മല സീതാരാമനെയാണ്. നിർമ്മല സീതാരാമൻ്റെ ഒരു പ്രശ്നം, അവരവരുടെ ഒരു ഔദ്ധ
ഔദ്ധത്യത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കൂ. അവരുടെ ഒരു തമിഴ് സ്വത്വത്തെ മുന്നിൽ നിർത്തി ഈ വിഷയത്തെ നേരിടാനാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ നിർമ്മല സീതാരാമൻ്റെ ഔദ്ധത്യം അവിടെ നേരെ വിപരീത ഫലമേ സൃഷ്ടിക്കൂ. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം, നിർമ്മല സീതാരാമൻ തന്നെ അന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ട്രിച്ചിയിൽ ഞാൻ പഠിക്കുന്ന കോളേജിൽ ഹിന്ദി പഠിപ്പിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ വളരെ നിസ്സാരമായി അത് നുണയായിരുന്നു എന്ന് തമിഴ്നാട് തെളിയിച്ചു. അന്ന് പഠിച്ചിരുന്ന കോളേജിൽ അത് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. നിർമ്മല സീതാരാമൻ പഠിച്ച കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. ഇത് വാസ്തവമാണ്. അപ്പോൾ നിർമ്മല സീതാരാമനെ വെച്ച് ആ പോരാട്ടത്തിലൊന്നും വിജയിക്കാനോ നേടാനോ കഴിയില്ല സംഘപരിവാറിന് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ഈ ചർച്ചകളിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വീണ്ടും ശ്രദ്ധയെത്തിക്കുകയാണ് സ്റ്റാലിനും തമിഴ്നാടും ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന നികുതി അത് ഇങ്ങോട്ട് തരാനുള്ളത് പിടിച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പദ്ധതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കാൻ അത് പറ്റില്ല. അത് ഇപ്പോൾ ഹർഷൻ എനിക്കൊരു പണം തരാനുണ്ടെങ്കിൽ ഞാൻ ഹർഷൻ പറഞ്ഞൊരു കാര്യം ചെയ്യില്ലെങ്കിൽ എനിക്ക് ആ പണം കടം വാങ്ങിച്ച പണം തരാതിരിക്കാൻ പറ്റില്ല. വേറൊരു രസകരമായ കാര്യം കേരളത്തിലും പ്രശ്നമുണ്ട്. ഇതിന് അതാണ് കേന്ദ്രം കടത്തിയിരിക്കുന്ന ന്യായം. അത് കേരളത്തിനും തമിഴ്നാട്ടിനും പറ്റുന്ന ഒരു കുഴപ്പം, കേന്ദ്ര പദ്ധതികൾ ഏറ്റവും നന്നായി നടപ്പാക്കി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ആ ഫണ്ട് വേണ്ടല്ലോ, നടപ്പാക്കിയല്ലോ, അങ്ങനെ ഫണ്ട് പിടിച്ചു വെക്കുന്നു എന്നുള്ള. ആരോഗ്യ മേഖലയിൽ 600 കോടി തന്നിട്ടില്ല, ഇവിടെയും കൊടുത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നമുക്ക് ഹിന്ദി പഠിക്കാത്ത തമിഴിന് ഫണ്ടില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചാൽ ചെറുക്കും എന്ന് പറയുകയല്ല, അതിനുവേണ്ടി പദ്ധതികൾ തന്നെ ഒരുക്കിയിരിക്കുകയാണ് തമിഴ്നാട്. കേന്ദ്രം പിടിച്ച 2000 കോടിയിലേറെ ദ്വിഭാഷാ പാഠ്യപദ്ധതി തുടരാൻ തമിഴ്നാട് തന്നെ കണ്ടെത്തും. അതുകൊണ്ട് അവസാനിക്കുകയല്ല. കീഴടിയടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഉദ്ഘനനത്തിന് സ്റ്റാലിൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും മറ്റൊന്നുമല്ല, BJPയുടെ ചരിത്ര പാഠങ്ങളെ തിരുത്താനാണ്. കവി ഭാരതീദാസന്റെ വരികൾ ധനമന്ത്രി തങ്കം തേനരസു സഭയെ ഓർമ്മിപ്പിച്ചത് ഒരു പോർവിളിയായി തന്നെ കരുതാം. തമിഴർക്ക് തൊണ്ടു ചെയ്യും തമിഴനുക്ക് തടൈ ചെയ്യും. എനിക്ക് തോന്നുന്നു ഹർഷം വായിക്കുന്നതിന് കുറച്ച്. തമിഴർക്ക് തൊണ്ടു ചെയ്യും തമിഴനുക്ക് തടൈ ചെയ്യും, നെടുങ്കുണ്ട്രം തൂലയി പോകും. തമിഴ് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്കെതിരായ ഏത് എതിർപ്പും ഒടുവിൽ തകർന്നു വീഴും, അതൊരു പർവ്വതമാണെങ്കിൽ പോലും എന്നാണ് അതിനർത്ഥം. സ്വാഭാവികമായിട്ടും ഇനി എന്താണ് അങ്ങോട്ട് നടക്കുക എന്ന് നമുക്ക് കാണാം.